ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എണ്ണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ, വാട്ടായിട്ടാണ് വീഡിയോ. അപ്പം ഇപ്പോൾ ഒരു സമയം 1:15 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാമെന്ന് നോക്കാം. ഗൈസ്, ഇന്ന് നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് ഫസ്റ്റ് വിളമ്പെടുക്കാം ഗൈസ്. വാപ്പി ചോദിച്ചു വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നില്ല. ചിക്കൻ 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 ഇവിടെയൊക്കെ മറ്റേ പക്ഷിപ്പനിയായിട്ട് കുറേ നാളായിട്ട് ചിക്കൻ ഇല്ലായിരുന്നു ആലപ്പുഴയിലൊന്നും. നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പറയട്ടോ. അതുകൊണ്ട് എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ വെച്ചിട്ടുള്ളൊരു വിഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ബീഫ് മട്ടൻ എന്നായിരുന്നു. ഇത് നമ്മുടെ സവാളത്തേർ. ഈ കഴിച്ചോക്കാൻ കഴിച്ച് എങ്ങനെയുണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ചിക്കൻ മേടിച്ച് ചിക്കൻ വെച്ച് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ആക്രാന്തമായിരുന്നു. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മുടെ തൈര് സാലഡും പിന്നെ ആ ചൂട് ചോറും എല്ലാം കൂടെ കുഴച്ച് ആ ചിക്കനിൽ നിന്നൊരു പീസും കൂടെ എടുത്ത് വെച്ചാൽ സ്വർഗ്ഗമായിരുന്നു. എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം കടയിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഉമ്മിച്ച് ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി ഗൈസ്, അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി നമുക്ക് വേറെ എവിടെ നിന്ന് കഴിച്ചാലും ശരിയാവില്ല എന്ന് പോലെ തോന്നും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ വായിൽ കപ്പലോടുകയാണ് സുഹൃത്തുക്കളെ, കപ്പലോടുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിച്ചായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യലി ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കില്ലേ, അതുപോലെയാണ്. എന്ന് വെച്ചാൽ പൊരിച്ചിട്ട് മസാല ഇട്ട് അങ്ങനെ കുറച്ച് ഇരട്ടി പണിയൊക്കെ എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അതുകൊണ്ട് സൂപ്പറായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി കുളിച്ച് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകണമെന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബീഫ് കട്ട്ലറ്റ് ഞങ്ങൾ കൊച്ചിയിലോട്ട് പോകുന്ന വഴിക്ക് മേടിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഷോർട്ട് ഇട്ടായിരുന്നു. അത് മറ്റേ ജോ ബേക്കേഴ്സിൽ നിന്ന് മേടിച്ച ബീഫ് കട്ട്ലറ്റ് വെറും 10 രൂപയുള്ളൂ ഗൈസ്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ആ ഷോർട്ട് പോയി ചെക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. ഞങ്ങളിത് ഇത് വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയുടെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഐഷയും സൈനബും ഉണ്ട്. വാപ്പച്ചി ഉമ്മച്ചിയും ബീച്ചിലോട്ട് പോയി. എന്തെങ്കിലും വെറൈറ്റി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നത് ഗൈസ്. ആദ്യത്തെ സ്പെഷ്യാലിറ്റി ബിങ്കോ ആണ് സുഹൃത്തുക്കളെ. ബിങ്കോ കണ്ടു ഹാട്ടിൻ്റെ അങ്ങോട്ട് ഗൈസ്, ഞങ്ങളത് ഡ്രങ്കൺ പാണ്ടയിൽ വന്നിട്ട് കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു വനീല ഷേക്ക്, പിന്നെ നഗറ്റ്സ് ഉണ്ട്. ഇത് നഗറ്റ്സ് ആണോ? അല്ല, മോമോസ് ആയിരിക്കും. നഗറ്റ്സ് ഉണ്ട്, മോമോസ് ഉണ്ട്, ഒരു ചിക്കൻ ബർഗർ ഉണ്ടെന്ന് പറഞ്ഞത്, പിന്നെ ഫ്രൈസ് ഉണ്ട്. ഇത് പ്രോൺസ് ആണോ? അല്ലല്ല, സാധാ ചിക്കൻ നഗറ്റ്സ്. പിന്നെ ഫ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്, പിന്നെ ഒരു ചിക്കൻ ബർഗർ ഉണ്ടെന്ന് പറഞ്ഞത്. എല്ലാത്തിനും കൂടെ 260 റുപ്പീസ് ആയിട്ടുള്ളൂ ഗൈസ്. അതാണ് ഈ കോമ്പൗണ്ട് ഒരു ഗുണം. ഇതെന്തതിന്? ബർഗറാണോ? ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്യൂ രമണി. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണോ? ഫ്രഞ്ച് ഫ്രൈസിന്റെ ക്വാണ്ടിറ്റി കാണിച്ചിട്ടാ. ഇതുണ്ടോ? ഇത്രയുണ്ട്. നമുക്കിനി ഓരോന്ന് വെച്ച് ട്രൈ ചെയ്യാം. ആദ്യം നഗറ്റ്സ് ട്രൈ ചെയ്യാം ഗൈസ്. മയോണൈസിൽ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് വെച്ചോക്കാം. മയണൈസ് കൊള്ളത്തില്ല, ചിപ്സ് കൊള്ളാം. മയോണൈസ് കുറച്ച് ഇഷ്ടപ്പെടില്ല, ബട്ട് നല്ല ചൂടുണ്ടോ. അടുത്ത് ഇനി മോമോസ് ട്രൈ ചെയ്ത് നോക്കാം. മോമോസിന് ചട്നി ഉണ്ട് കേട്ടോ, ചട്നി എടുക്കട്ടെ ഗൈസ്. നമുക്ക് ചട്നിക്കകത്ത് നഗറ്റ്സ് നോക്കി നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളില്ല. കൊള്ളാം, ഫ്രൈസ് കൊള്ളാം ഗൈസ്. നമുക്ക് വാനില ഷേക്ക്, ഇത് വാനില ഷേക്ക് അല്ലേ ഗൈസ്, വാനില ഷേക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാനില ഷേക്ക് കൊള്ളാം. ചോക്ലേറ്റിന് ക്രീം ഉണ്ടാവും കൊള്ളാം. ഇനി ഒരു ഐറ്റമും കൂടി നമ്മൾ ട്രൈ ചെയ്യാത്ത ചിക്കൻ ബർഗർ ഗൈസ്. നമുക്കിനി ബർഗർ ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളില്ലേ?
ഗസിയാല വരാതി കയറി ക്യാമറ കയറി പിടിച്ച് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. മയോണൈസ് ഉണ്ട്, സവാളയുണ്ട്, ചീസ്, ക്യാബേജ് ഒരു പാറ്റി, പിന്നെ മത്തങ്ങ പോലത്തെ 2 ബണ്ണുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊള്ളാട്ടോ. അങ്ങനെ നാട് തണ്ടി ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ നൈസായിട്ട് അകത്താക്കി. പിന്നെ ഞാൻ ഉച്ചക്ക് അച്ചാർ കൂട്ടാൻ മറന്നുപോയി ഗൈസ്. നല്ല നാരങ്ങയും പിന്നെ ഈ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറില്ലേ അതും ഉണ്ടായിരുന്നു. സൂപ്പറാണ് ഗൈസ്. അച്ചാറും കൂടെ കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും ബിരിയാണിക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതൽ കൂടിയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ദം ബിരിയാണിയൊക്കെ കുറച്ച് ഉച്ചക്കത്തേക്കാൾ ടേസ്റ്റ് രാത്രി കേൾക്കുമ്പോഴാണ്. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതൊക്കെയായിരുന്നു ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട കേട്ടോ. ഓക്കെ.